ഇന്നില്ലേ ഞാനൊരു സാധനം ആക്കിനിപ്പാ. എന്തെന്നറിയോ? ഇതാണ്ടോ കോക്ടെയിലാക്കിയത്. എന്താ ഇതില്ലേ നട്ട്സെല്ലാം ഇട്ടതിപ്പാ. ബദാമ്പും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ അനാറും പിന്നെ ഇതെന്താന്ന് ഇത് പേരക്കൻ്റെ ചെറിയ കഷ്ണം ഇട്ടതിൽ. അപ്പോൾ ഇതില്ലേ എന്തെന്ന് ഈ കോക്ടെയിൽ എന്ന് പറയുന്നത് ഈ പാലിലടിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും കൂട്ടിയിട്ട് ഒരു ഒറ്റ ജ്യൂസ് ആക്കുന്നതല്ലേ കോക്ടെയിൽ. പക്ഷെ ഞാൻ എല്ലാ ഫ്രൂട്ട്സൊന്നും കൂട്ടിയിട്ടാട്ടാ, കുറച്ച് എന്താ എന്നെ കൊണ്ട് കഴിയുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂട്ടിയിട്ട് ഞാൻ അടിച്ചിന്. എന്താണെന്നറിയാം, പേരയ്ക്കയും പിന്നെ പഴമില്ലേ, പഴവും പിന്നെ അനാറ്, ആപ്പിള്, പിന്നെന്തെന്ന് ക്യാരറ്റും പിന്നെ ഇതില്ലേ കപ്പക്കായില്ലേ, പഴുത്ത കപ്പക്കായും പിന്നെ പാലും കൊട്ടപ്പാലിപ്പാ. ഇതെല്ലാം കൂട്ടിയിട്ട് ഞാൻ ജ്യൂസ് അടിച്ചത്. ഇതടിച്ചത് അങ്ങനെ അറിയാം പറയട്ടാ. ആദ്യമില്ലേ ഈ ക്യാരറ്റില്ലേ, ഈ ക്യാരറ്റ് കവ്വിയിട്ട് വൃത്തിയിൽ കവ്വിയിട്ട് വെള്ളവും പോർന്നിട്ട് തീമാക്കാപ്പാ. എന്നിട്ട് തീമാച്ചിട്ട് ഇത് ബഹൂലേപ്പാ. അപ്പം ഇത് ബന്ധിട്ടാകുമ്പോൾ അത് തണിയാൻ വെക്കാം. എന്നിട്ട് തണിഞ്ഞിട്ടാകുമ്പോൾ ഈ പിന്നെ ക്യാരറ്റും ആപ്പിളും പിന്നെ ഈ പഴത്തിൻ്റെ പകുതി മതി കേട്ടാ, ഇതിൻ്റെ പകുതിയും പിന്നെ പേരക്കര പകുതിയും പിന്നെ നമ്മളെ കപ്പക്കായും എല്ലാം കൂടിയിട്ട് പാലും പോർന്നിട്ട് അടിക്കാം. മിക്സിയിൽ ജാറിലിട്ടിട്ട് അടിക്കാം. എന്നിട്ട് അടിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അടിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് പോരൂലേ. അപ്പോൾ ഇല്ലേ പഞ്ചസാര വേണമെന്നപ്പിക്കും, അത് മധുരം എത്ര വേണമെന്നവർക്ക് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇടാപ്പാ. അനക്ക് ഞാൻ കുറച്ച് ഇട്ടിട്ടും. എന്നിട്ട് എന്താക്കാറഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് പോർന്നിട്ട് ഈ ഗ്ലാസ്സിലേക്ക് പോർന്നിട്ട് ഇതിലേക്ക് എന്തെങ്കിലും ഇടാൻ അറിയാം. അനാറില്ലേ ഇത് ഉലിഞ്ഞിട്ട് അനാറും പിന്നെ ബദാമ്പും അണ്ടിപ്പരിപ്പും മുന്തിരി എന്ത് പിന്നെ ഫ്രൂട്ട്സിൻ്റെ ബാക്കിയുള്ള സാധനം എല്ലാം ഇടാം. എന്നിട്ട് ഇട്ടിട്ട് എന്താ ഇങ്ങനെ നല്ല അടിപൊളി കോക്ടെയിലായിട്ട് കോക്ടെയിൽ ജ്യൂസായിട്ട് കുടിക്കാം. നമുക്ക് അങ്ങനെ പറയാം ജ്യൂസ്. വേണ്ട നല്ല ഐസ്ക്രീം മാതിരി ഉണ്ട്. നല്ല പാങ്ങുണ്ട്. എന്താ പറഞ്ഞാലില്ലേ ഇപ്പം ഭയങ്കര ചൂടല്ലേ ഇപ്പം. അപ്പം ഈ ചൂടിന് എന്തെല്ലാം ആക്കിയിട്ട് കുടിക്കുന്നത് നല്ലത്. അപ്പം നിങ്ങൾ ആക്കി നോക്കണം കേട്ടോ. എന്നോട് പറയണം, ആക്കി നോക്കിയിട്ട് കമൻറ്റിൽ എല്ലാവരും പറയണം കേട്ടോ.